ഹായ്, ദേ ഓട്ടം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തോടെ കാർലയിലെ ഫൺ ഫെയർ അങ്ങ് എത്തി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പോയിരുന്നു. ഈ കൊല്ലം ഞങ്ങൾ തുടങ്ങിയിട്ട് 2 ദിവസമായി. എന്നിട്ട് ഇപ്പോഴാണ് പോകാൻ സമയം കിട്ടിയത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഓഫൊക്കെ കിട്ടാൻ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ എന്തായാലും ഇന്ന് പോയപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. മഴയൊന്നും ഉണ്ടായില്ല, പക്ഷേ നല്ല തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെന്ന വഴിയുണ്ടല്ലോ, ഈ ലൈറ്റ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്നാ ഓർമ്മ വന്നതെന്ന് അറിയുമോ, നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങൾക്കൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയല്ലേ, നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ കൂടി പാട്ടും അങ്ങനത്തെ ഒരു ബഹളമൊക്കെ അല്ലേ, അങ്ങനെ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. ചെന്ന വഴുതേ ഞങ്ങളെല്ലാം റൈഡും നടന്നൊന്ന് കണ്ടു. ഏതിലൊക്കെ കയറണം, കഴിഞ്ഞ തവണത്തെ റൈഡ്സ് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും പുതിയ റൈഡുകളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഇതേ ചുമ്മാ കയ്യും പിടിച്ച് ഒരു 1-2 റൗണ്ട് ഇങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ഇതേ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒത്തിരി റൈഡിലൊന്നും നമുക്ക് കയറണ്ട, അത്യാവശ്യം 1-2 റൈഡ്, അപ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ വെച്ചോ, അത് കഴിഞ്ഞ് അങ്ങനെ കയറാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ ഒത്തിരി റൈഡിൽ കയറണമെന്നൊന്നും വാശി പിടിച്ചില്ല. അപ്പോൾ അവർ ചെന്ന വഴി ഏതൊക്കെ റൈഡാണ് അവർക്ക് കയറേണ്ടതെന്നുള്ളത് അവരങ്ങ് സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് ഓരോരുത്തർ പറയുന്നുണ്ട്, എനിക്ക് ഈ റൈഡിൽ കയറണം, ആ റൈഡിൽ കയറണം. പിന്നെ അതിനകത്ത് എല്ലാ റൈഡിലൊന്നും എല്ലാ പിള്ളേർക്കും കയറാൻ പറ്റില്ല, അവരുടെ പൊക്കവും വലുപ്പമൊക്കെ അനുസരിച്ചിട്ടാട്ടോ നമുക്ക് റൈഡിൽ കയറാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് അക്കുമോൾ തന്നെ ഒരു റൈഡിൽ പോയി കയറി. പിന്നെ ഇതിൻ്റെ അപ്പുറമായിട്ടുണ്ടല്ലോ കുറേ അല്ല, ഒരു ഫുഡ് സ്റ്റോളും പിന്നെ കുറച്ച് ക്യാൻഡീസും ഇതൊക്കെ കിട്ടുന്നൊരു സ്റ്റോളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് അതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായേ. കാരണം എല്ലാ തവണയും ഈ കളികളെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് അവിടെ നിന്ന് എന്തെങ്കിലും സ്വീറ്റ്സ് മേടിച്ച് അവർ കഴിക്കാറുണ്ട്. അപ്പോൾ ചെന്ന വഴി അക്കുമോൾ ഒരു റൈഡ് കണ്ടുപിടിച്ച് അതിനകത്ത് കയറണമെന്ന് ഫസ്റ്റ് പറഞ്ഞു. അങ്ങനെ അവളൊരു പ്രിൻസസിൻ്റെ കാറിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്വിങ് കയറി. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടാണ് ഒരു ഊഞ്ഞാലാണേ. അപ്പോൾ അതിനകത്ത് കയറിയിരുന്നു. അക്കുമോൾ ഭയങ്കര കൂളായിട്ടിരുന്ന് പാട്ടൊക്കെ പാടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ഞാനും അതിരിയും നിൽക്കും കൂടി കയറി. ഇത് തുടങ്ങുന്നതൊക്കെ രസമാണ്, കുറച്ച് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കരമായിട്ട് സ്പീഡ് അങ്ങ് കൂടും. അതിരിക്കാണെങ്കിൽ ഇതിനകത്തൊക്കെ കയറാൻ പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ കൊടുത്ത ധൈര്യത്തിൻ്റെ പുറത്ത് കയറിയതാണ്. കയറി കഴിഞ്ഞപ്പോൾ ആശാത്തി സ്പീഡൊക്കെ കൂട്ടിയപ്പോൾ കണ്ണടച്ചിട്ട് നിൽക്കാൻ തുടങ്ങി കേട്ടോ. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് അടിച്ച് പൊളിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിള്ളേർക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചു കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് തീർത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പിള്ളേരെ കൊണ്ട് പോയി നോക്കേ. ബായ്.